നമസ്കാരം. ടൈം റേഡിയോ എഡിറ്റോറിയൽ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ സർക്കാരുകളും അധികാരത്തിലേറുവാൻ വേണ്ടി ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും. ഇത് അവരെ തന്നെ വെട്ടിലാക്കുന്ന ഒരു കാഴ്ചയിലാണ് ഇന്നത്തെ UDF സർക്കാർ കേരളത്തിൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു. ക്യാബിനറ്റ് യോഗത്തിലെടുത്ത തീരുമാനം ജൂൺ 15 തന്നെ KSRTC സൗജന്യ യാത്ര ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയദർശിനി എന്നാണ് ആ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ എല്ലാ സ്ത്രീകൾക്കും എല്ലായിടത്തേക്കും എല്ലാ ബസ്സിലും സൗജന്യ യാത്ര എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഈ പ്രതിസന്ധി സാമ്പത്തികമാണല്ലോ എല്ലാ കാര്യം. ഇത്രയും സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ 800 കോടിയാണ് സർക്കാരിന് അധിക വരുമാനം കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ KSRTCയുടെ ശമ്പളം, പെൻഷൻ അടക്കം ഇപ്പോൾ സർക്കാർ അധികമായി നൽകിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ 800 കോടി രൂപയുടെ കൂടി അധിക ബാധ്യത. ഇതിന് പ്രായപരിധി വെച്ചിട്ടില്ല, അതുപോലെ തന്നെ സാമ്പത്തിക പരിധി വെച്ചിട്ടില്ല. എല്ലാ സ്ത്രീകൾക്കും കയറാം. പക്ഷേ ഒരു നിബന്ധന മാത്രം, ഓർഡിനറി ബസ്സിൽ മാത്രമേ യാത്ര അനുവദിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ അത് നടപ്പാക്കാനുള്ള പദ്ധതിയുടെ പ്രയാസം മനസ്സിലാക്കി എല്ലാവർക്കും എന്നുള്ളത് ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് ഏത് തരത്തിലേക്ക് പോകുമെന്നുള്ളത്. സ്ത്രീകളെ പുറത്തേക്ക് ഇറക്കുവാനുള്ള ഒരു ശാക്തീകരണ പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് ഈ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിലേക്ക് പോകാനുള്ള ഉണ്ട്. കേരളത്തിൽ ഒരു തൊഴിലിടത്തിലേക്കും പോകാനാണ് എവിടെയാണ് പോകേണ്ടത് എന്നറിയാത്ത കുറച്ച് സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്. അല്ലാത്തവർ വെറുതെ കറങ്ങാനത് ഉപയോഗിക്കും. പക്ഷെ മറ്റൊരു ആരോപണം വന്നിരിക്കുന്നത്, മനസ്സിലാക്കേണ്ടത്, ഓർഡിനറി ബസ് മലബാറിലും മധ്യ കേരളത്തിലും വളരെ കുറവാണ്. തെക്കൻ കേരളത്തിൽ മാത്രമാണ് ഈ ഓർഡിനറി ബസ് അധികം KSRTC സേവനത്തിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഘട്ടഘട്ടമായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഘട്ടം ഘട്ടമായി എല്ലാം പറഞ്ഞ പോലെ നടപ്പാക്കുമെന്നാണ്. ഇനി കാത്തു കിടക്കുന്നു പെൺകുട്ടികൾക്കുള്ള 1000 രൂപ സൗജന്യ പദ്ധതി, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നുള്ള നിരയായ വാഗ്ദാനങ്ങൾ കിടക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് സന്തോഷകരമാണ്. പക്ഷേ ഇതിനെല്ലാം തുക കണ്ടെത്തേണ്ടത് പൊതു ഖജനാവിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ പദ്ധതിയുടെ പ്രതിസന്ധികൾ മറികടക്കും സർക്കാർ നൽകിയ. പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതൊരു മുന്നറിയിപ്പാണ്. എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും. ഈ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കാൻ പിന്നീട് പ്രയാസപ്പെടും. ഇപ്പൊ തന്നെ സർക്കാർ വെട്ടിലായിരിക്കുകയാണ്. വാഗ്ദാനങ്ങൾ പറഞ്ഞ് അധികാരം കിട്ടിയപ്പോൾ ശൂന്യമായ ഖജനാവ്. അതിനുശേഷം ഈ പൈസ കണ്ടെത്തേണ്ടത് പൊതുജനങ്ങളിൽ നിന്ന് തന്നെയാണ്. അതിനെന്ത് മാർഗം എന്നുള്ളത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് എല്ലാ പാർട്ടികളും ഇനി വരും തെരഞ്ഞെടുപ്പ് കാലത്ത് ആലോചിക്കുക. നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതിയെ വാഗ്ദാനമായി നിരത്താവൂ. ഇല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ തന്നെ വെട്ടിലാക്കും. മറ്റൊരു വിഷയമായി വീണ്ടും കാണുവരെ സൈനിങ് ഓഫ് വിത്ത് ക്യാമറാമാൻ അക്ഷയ്. Leading Lines, an academy with solutions. Leading Lines, where learning made fun. I am Mahesh Arilal, mentor, fashion and portrait photographer, Leading Lines, Trivandrum. Leading Lines Media Academy is so happy to announce a photography bootcamp starting this June 15th. Photographers are usually focused on the beautiful things in life, and this focus itself improves your whole mood of life, and that's the best part of learning photography. This is a 10 days intensive training program where learning is made so much of fun. We have photo walks, you learn lighting, you learn composition, and much more. So what are you waiting for? Join us.